ഡിജിറ്റൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഈ ഗൂഗിൾ പേ എന്ന് പറയുന്നത്. ഈ ഗൂഗിൾ പേയിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ മാറിപ്പോയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയോ? തെറ്റുകൾ സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി അഥവാ കോണ്ടാക്ട് മാറി പണം അയക്കുകയാണെങ്കിൽ അയച്ച ആളെ വിളിച്ച് മാന്യമായി പണം തിരികെ അയക്കുവാൻ റിക്വസ്റ്റ് ചെയ്യുക. ഇതുമല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചതിന് ശേഷം പരാതി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 1800419015 എന്ന നമ്പറിലൂടെയാണ് ഗൂഗിൾ പേ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെടേണ്ടത്. എന്നാൽ വെറുതെ അങ്ങ് ഗൂഗിളിന് പരാതി നൽകാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ കൃത്യമായ രേഖകൾ, അതായത് പണം ഇടപാട് നടത്തിയതിന്റെ കൃത്യമായ രേഖകൾ നമ്മുടെ കയ്യിലുണ്ടാകണം. അതിന് ആദ്യം വേണ്ടത് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ID ആണ്. ഗൂഗിൾ പേയുടെ ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് ID ലഭിക്കും. രണ്ടാമതായി ഇടപാട് നടത്തിയ തീയതിയും സമയവും വേണം. പിന്നെ വേണ്ടത് ഇടപാട് തുക എത്രയാണ് എന്നുള്ളതാണ്. നാലാമതായി വേണ്ടത് പണം സ്വീകരിച്ച ആളുടെ UPI ID ആണ്. ഈ വിവരങ്ങളെല്ലാം ഗൂഗിൾ പേയുടെ കസ്റ്റമർ സർവീസിന് നൽകിയാൽ പരാതി നമുക്ക് രജിസ്റ്റർ ചെയ്യാനാകും. പണം തിരികെ ലഭിക്കുന്നതിനായുള്ള അടുത്ത മാർഗമാണ് NPCIയിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം വാട്ട് വി ഡു എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് UPI ID തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. UPI ഇടപാട് ID, ട്രാൻസാക്ഷൻ നടത്തിയ ആളുടെയും ലഭിച്ച ആളുടെയും ബാങ്ക് ഡീറ്റെയിൽസ്, നൽകിയ തുക എന്നിവയുടെ വിശദ വിവരങ്ങൾ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.